ജീവിതത്തിന്റെ വളരെ മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള അവസരങ്ങൾ പലർക്കും വീണ് കിട്ടാറുണ്ട്. എനിക്ക് വീണ് കിട്ടിയ സ്വർണമാല കയ്യിലെടുത്ത് ചുറ്റും നോക്കി എങ്ങനെയെങ്കിലും ഇത് കാശാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി എന്റെ മുന്നിൽ കണ്ട ഒരു ജുവല്ലറിയിലേക്ക് ഞാൻ കയറി ചെന്നു. വളരെ വലിയൊരു ജുവല്ലറി, ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. മുന്നിൽ കണ്ട സെയിൽസ്മാന്റെ അടുത്തേക്ക് ചെന്ന് കസേരയിൽ ഇരുന്നു. എന്റെ കുടുംബ സ്വത്തെന്ന പോലെ മാല പുള്ളിയുടെ കയ്യിൽ കൊടുത്ത് എന്ത് കിട്ടും എന്ന് അന്വേഷിച്ചു. മാല തിരിച്ചും മറിച്ചും നോക്കി പുള്ളി എന്നോട് ഒരൊറ്റ ചോദ്യം, ഇത് സാറിന് കളഞ്ഞു കിട്ടിയതാണോ? കൊളുത്തകന്നിട്ടുണ്ട്, മാലയിൽ മണ്ണിന്റെ പൊടിയുമുണ്ട്. ഇതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാം എന്ന ആശ്ചര്യത്തോടെ ഞാൻ മുഖം പൊത്തി. സ്വർണവുമായി പാരമ്പര്യമായിട്ട് ഇടപഴകുന്നവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും. മറ്റു ജ്വല്ലറികളെക്കാൾ വില കുറച്ച് ഫാക്ടറി വിലയിൽ സ്വർണം നൽകുന്ന ഒരു സ്ഥാപനമാണെന്നും പൈസ കിട്ടുമ്പോ എപ്പോ വേണേലും സാറിന് ഇവിടെ വന്ന് നല്ല സ്വർണം വാങ്ങാലോ എന്നും അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. ഓരോ സ്വർണ്ണാഭരണത്തിന് പിന്നിലും ഒരായുസിന്റെ വിയർപ്പിന്റെ വിലയുണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ട്രിനിറ്റി ജ്വല്ലറി വരെ വരേണ്ടി വന്നു. സ്വർണം പരിശുദ്ധമാണെങ്കിൽ അത് നഷ്ടപ്പെടുത്തിയാലും എത്തേണ്ട കൈകളിലേക്ക് തന്നെ അത് തിരിച്ചെത്തും. പരിശുദ്ധിയുടെ പര്യായമായി ഇനി ട്രിനിറ്റി ജ്വല്ലറിയെയും ഹൃദയത്തോട് ചേർത്ത് വെക്കാം.